Welcome to my YouTube channel Anjali Devadas Biohub. So, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് +1 സുവോളജി ചാപ്റ്റർ 6 ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഇതിൻ്റെ പാർട്ട് 1 നമ്മൾ റെസ്പിറേറ്ററി ഓർഗൻസ്, ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം, അതുപോലെ മെക്കാനിസം ഓഫ് ബ്രീത്തിങ്, റെസ്പിറേറ്ററി വോളിയം ആൻഡ് കപ്പാസിറ്റി, പൾമണറി കപ്പാസിറ്റി ഇതൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ ബാക്കി പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. Exchange of gases. The primary site of exchange of gases are alveoli. അത് നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു, ആൽവിയോളയിലാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഓൾസോ ഒക്കർ ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ്. അത് മാത്രമല്ല, ആൽവിയോളയും ബ്ലഡും മാത്രമല്ല, എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ബ്ലഡും ടിഷ്യൂസും തമ്മിൽ നടക്കുന്നുണ്ട്. ഓക്സിജൻ ആൻഡ് CO2 ആർ എക്സ്ചേഞ്ച് ത്രൂ ദീസ് സൈറ്റ് ബൈ സിമ്പിൾ ഡിഫ്യൂഷൻ ബേസ്ഡ് ഓൺ പ്രഷർ ഓർ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. അപ്പോൾ ഓക്സിജനും കാർബൺ ഡയോക്സൈഡും എന്താണ്, ഈ ഒരു സൈറ്റിൽ കൂടെ സിമ്പിൾ ഡിഫ്യൂഷൻ വഴി ഓക്സിജനും കാർബൺ ഡയോക്സൈഡും എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അവരുടെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ബേസ് ചെയ്തിട്ട് ഓക്സിജനും കാർബൺ ഡയോക്സൈഡൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ റേറ്റ് അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഗ്യാസിൻ്റെ സൊല്യൂബിലിറ്റി, അതുകൂടാതെ മെംബ്രെയിൻ്റെ തിക്നെസ്. Partial pressure of a gas is the amount of pressure contributed or exerted by an individual gas in a mixture of gases. മൊത്തം മിക്സ്ചർ ഓഫ് ഗ്യാസസിൽ ഒരു പെർട്ടിക്കുലർ ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ, അതിനെയാണ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഓക്സിജൻ എന്ന് പറയുമ്പോൾ മൊത്തം കുറേ ഗ്യാസസുകളുണ്ട്, അതിൽ ഓക്സിജൻ മാത്രം എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ, അതിനെയാണ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. അതിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് PH ആണ്. ഇപ്പോൾ ഓക്സിജൻ്റെ കേസാണെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുന്നത് PO2. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ എഴുതണമെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഈക്വൽ ടു PCO2, അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, സോ ദ ആൽവിയോളർ വാൾ ഈസ് സെറ്റ് ടു ബി ദ ഡിഫ്യൂഷൻ മെംബ്രെയിൻ. അപ്പോൾ ആൽവിയോളർ വാൾ, ആൽവിയോളയുടെ വാളാണ് ഡിഫ്യൂഷൻ മെംബ്രെയിൻ. അതിന് തന്നെ 3 ലെയേഴ്സാണ് ഉള്ളത്. ആൽവിയോളർ സ്ക്വാമസ് എപ്പിത്തീലിയം, എൻഡോത്തീലിയം ഓഫ് ആൽവിയോളർ കാപ്പിലറീസ് ആൻഡ് ബേസ്മെന്റ് സബ്സ്റ്റൻസ് ഇൻ ബിറ്റ്വീൻ ദം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് 3 ലെയേഴ്സ്: ആൽവിയോളർ സ്ക്വാമസ് എപ്പിത്തീലിയം, എൻഡോത്തീലിയം, അതുകൂടാതെ ബേസ്മെന്റ് സബ്സ്റ്റൻസ്. All the factors in human body are favorable for diffusion of oxygen from alveoli to tissue and that of CO2 from the tissues to alveoli. അപ്പോൾ നമുക്ക് നോക്കാം. ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്. Blood is the medium of transport of respiratory gases such as oxygen and carbon dioxide. ഓക്സിജനും കാർബൺ ഡയോക്സൈഡും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ബ്ലഡ് വഴിയാണ്. About 97% of oxygen is transported by RBC in blood. 97% ഓക്സിജന് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് RBC ആണ്, ബ്ലഡിലുള്ള RBC ആണ്. 3% ഓക്സിജൻ ഒരു പ്ലാസ്മയിൽ വെറുതെ ഡിസോൾഡ് സ്റ്റേറ്റിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. About 20 to 25% of CO2 is transported by RBC. അതുപോലെ തന്നെ RBCയിൽ 20-25% കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ കാർബൺ ഡയോക്സൈഡ്, 70% കാർബൺ ഡയോക്സൈഡ് ബൈ കാർബണേറ്റ് ആയിട്ടാണ് പോകുന്നത്. കുറച്ച് പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്ത് 7% കാർബൺ ഡയോക്സൈഡ് പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ, ബ്ലഡ് ട്രാൻസ്പോർട്ട് ഓക്സിജൻ ഇൻ 2 ways. അപ്പോൾ നമ്മളിപ്പോൾ ഓക്സിജൻ്റെ കേസാണ് പറയുന്നത്. ബ്ലഡ് ഓക്സിജനെ ക്യാരി ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് 2 രീതിയിലാണ്. ഒന്ന് പ്ലാസ്മയിൽ ഡിസോൾഡ് സ്റ്റേറ്റ് ആയിട്ടും, പിന്നീട് എങ്ങനെയാണ് RBC, അതായത് ബ്ലഡിൽ ഹീമോഗ്ലോബിൻ ആയിട്ട് ബൈൻഡ് ചെയ്തിട്ടൊക്കെയാണ് ഓക്സിജൻ ക്യാരി ചെയ്യുന്നത്. Only 3% of oxygen is transported through plasma. അതായത് പ്ലാസ്മ വഴി 3% മാത്രമേ ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഭൂരിഭാഗം RBC വഴിയാണെന്ന് പറഞ്ഞില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇൻ RBC ഓക്സിജൻ ക്യാൻ ബൈൻഡ് വിത്ത് ഹീമോഗ്ലോബിൻ ടു ഫോം ഓക്സി ഹീമോഗ്ലോബിൻ. അതായത് RBCയിൽ വെച്ച് ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും. ഈച്ച് ഹീമോഗ്ലോബിൻ ക്യാൻ ക്യാരി മാക്സിമം ഓഫ് 4 മോളിക്യൂൾ ഓഫ് ഓക്സിജൻ. ഓരോ ഹീമോഗ്ലോബിനും 4 ഓക്സിജൻ മോളിക്യൂൾസിനെ ക്യാരി ചെയ്യാൻ പറ്റും. Partial pressure of oxygen, partial pressure of carbon dioxide, H+ concentration and temperature are the important factors which affect binding of oxygen with the hemoglobin. വേറെ കുറച്ച് കാര്യങ്ങളും കൂടി അവിടെ നോക്കുന്നുണ്ട്. അതായത് ഓക്സിജനും ഹീമോഗ്ലോബിനും ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവാനായിട്ട് കുറച്ച് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അവരെ ഡിസോസിയേറ്റ് ചെയ്യാനായിട്ടും വേറെ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടറുകളാണ് അവിടെ ഓക്സിജന്റെ PO2 നോക്കണം, CO2ന്റെ PO2 നോക്കണം,
നോക്കണം. H+ന്റെ കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ ഇതൊക്കെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. 97% of oxygen is transported by hemoglobin in the form of oxyhemoglobin. അത് നമ്മൾ പറഞ്ഞായിരുന്നു. 97% ഓക്സിജനെ ഹീമോഗ്ലോബിൻ ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ രൂപത്തിലാണ് പോകുന്നത്. ബൈൻഡിങ് ഓഫ് ഓക്സിജൻ ഇൻ ദ ആൽവിയോളസ്. അപ്പോൾ ആൽവിയോളസിൽ എങ്ങനെയാണ് ഓക്സിജൻ ബൈൻഡിങ് നോക്കുക? ആൽവിയോളസ് എന്ന് പറയുമ്പോൾ ലങ്സിന്റെ കേസിൽ ദ ഫാക്ടർ ഫേവറബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ ഇൻ ദ ആൽവിയോളയിൽ ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അവിടെ മെയിൻ കാരണം PO2 കൂടുതലാണ്, കാർബൺ ഡയോക്സൈഡിന്റെ അളവ്, പാർഷ്യൽ പ്രഷർ ഓഫ് CO2 കുറവാണ്, H+ന്റെ കോൺസെൻട്രേഷൻ കുറവാണ്, H+ന്റെ കോൺസെൻട്രേഷൻ കുറവാണ്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ കുറവാണ്. ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഓക്സി ഹീമോഗ്ലോബിന്റെ ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഇൻ ദ RBC when all these factor become favorable, O2 bind with hemoglobin to form ഓക്സി ഹീമോഗ്ലോബിൻ. അപ്പോൾ PO2 കൂടുതലായിരിക്കണം, കാർബൺ ഡയോക്സൈഡിന്റെ PCO2 കുറവായിരിക്കണം, H+ന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കണം, ടെമ്പറേച്ചറും കുറവായിരിക്കണം. ഇത്രയും ഫാക്ടേഴ്സ് ഫേവറബിൾ ആയിട്ട് വന്നാൽ ഓക്സി ഹീമോഗ്ലോബിൻ, അതായത് ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടി ബൈൻഡ് ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഓക്സിജനേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസ്, റിലീസ് ഓഫ് O2 ഇൻ ദ ടിഷ്യൂ. ദ ഫാക്ടേഴ്സ് ഫേവറബിൾ ഫോർ ഡിസോസിയേഷൻ ഓഫ് O2 ഫ്രം ഓക്സി ഹീമോഗ്ലോബിൻ ഇൻ ദ ടിഷ്യൂ ആർ. ഇനി ടിഷ്യൂസിലെത്തുമ്പോൾ എന്താണ്? ടിഷ്യൂസിലെത്തുമ്പോൾ അവിടെ ഓക്സി ഹീമോഗ്ലോബിന്റെ ഡിസോസിയേഷൻ ആണ് നടക്കുന്നത്. കാരണം അവിടുത്തെ ഫാക്ടർ എന്ന് പറയുമ്പോൾ അവിടെ ഓക്സിജന്റെ അളവ്, അതായത് PO2 എന്ന് പറയുന്നത് കുറവാണ്, PCO2 എന്ന് പറയുന്നത് കൂടുതലാണ്, H+ന്റെ കോൺസെൻട്രേഷനും കൂടുതലാണ്, ടെമ്പറേച്ചറും കൂടുതലാണ് ഇവിടെ ടിഷ്യൂസിന്റെ കേസിൽ. അന്നേരം ഡിസോസിയേഷൻ ആണ് നടക്കുന്നത്. In the tissues, when all these factors become favorable, the bond holding O2 become unstable and oxyhemoglobin dissociated into hemoglobin and oxygen molecule. ടിഷ്യൂസിൽ വെച്ച് വരുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫേവറബിൾ ആയി വരുമ്പോൾ എന്ത് സംഭവിക്കും? ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്ത് ഹീമോഗ്ലോബിനും O2 മോളിക്യൂളായിട്ട് മാറും. ഇതിനെയാണ് ഡി ഓക്സിജനേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ആസ് എ റിസൾട്ട് O2 ഈസ് റിലീസ്ഡ് ഫ്രം ബ്ലഡ് കാപ്പിലറീസ്. അന്നേരം എന്ത് സംഭവിക്കും? O2 റിലീസ് ചെയ്യും. ഈച്ച് 100 ml ഓഫ് ബ്ലഡ് റിലീസസ് അപ് ടു 5 ml ഓഫ് ഓക്സിജൻ ഇൻ ടു ദ ടിഷ്യൂ അണ്ടർ നോർമൽ ഫിസിയോളജിക്കൽ കണ്ടീഷൻ. അങ്ങനെ ഓരോ 100 ml ഓഫ് ബ്ലഡിൽ നിന്ന് 5 ml ഓഫ് ഓക്സിജൻ ആണ് ടിഷ്യൂസിലേക്ക് പോകുന്നത്. ഓക്കെ, ഇനി ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്താണെന്ന് നോക്കാം. നമുക്ക് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയുന്ന ഒരു സിഗ്മോയിഡ് കർവാണ്. എ സിഗ്മോയിഡ് കർവ് ഈസ് ഒബ്റ്റെയിൻ വെൻ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ ഈസ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് ദ PO2. ദിസ് കർവ് ഈസ് കോൾഡ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. അപ്പം നമ്മൾ എന്താണ് പെർസെൻറ്റ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് O2 നമ്മൾ പെർസെൻറ്റ് സാച്ചുറേഷനും പിന്നെ PO2 വെച്ച് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഒരു ഭാഗത്ത്, മറ്റവിടുത്തെ പെർസെൻറ്റ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ വെച്ച് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഒരു സിഗ്മോയിഡ് കർവാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു സിഗ്മോയിഡ് കർവാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഹൈലി യൂസ്ഫുൾ ഇൻ സ്റ്റഡിങ് ദ എഫക്ട് ഓഫ് ഫാക്ടർ ലൈക്ക് PCO2, H+ concentration on binding of O2 with the hemoglobin. Hemoglobin cannot take up oxygen beyond a saturation level of 95%. At a low PO2, oxygen is released from the hemoglobin. PO2 കുറഞ്ഞാൽ തന്നെ എന്താ സംഭവിക്കുക? ഓക്സിജൻ റിലീസ് ആവും ഹീമോഗ്ലോബിനിൽ നിന്ന്, അതായത് അവർ ഡിസോസിയേറ്റ് ചെയ്യും. ഇനി ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ട് ഒക്കർ ഇൻ 3 ways. ഓക്കെ, അപ്പോൾ ഓക്സിജന്റെ കേസിൽ നമ്മൾ പറഞ്ഞു 3% പ്ലാസ്മ വഴി ഡിസോൾവ് ചെയ്ത് പോകും, 97% RBC ആയിട്ട് ബൈൻഡ് ചെയ്യും. RBC എന്ന് പറഞ്ഞാൽ RBCയിലുള്ള ഹീമോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിനായിട്ടാണ് പോയിരുന്നത്. ഇനി കാർബൺ ഡയോക്സൈഡ് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന 3 രീതിയിലാണ്. കാർബമിനോ ഹീമോഗ്ലോബിൻ, ഒന്ന് കാർബമിനോ ഹീമോഗ്ലോബിൻ ആയിട്ട്, അല്ലെങ്കിൽ പ്ലാസ്മയിൽ വെച്ച് കാർബോണിക് ആസിഡിന്റെ രൂപത്തിൽ, അല്ലെങ്കിൽ പ്ലാസ്മയിൽ വെച്ച് ബൈകാർബണേറ്റിന്റെ രൂപത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ കാർബമിനോ ഹീമോഗ്ലോബിന്റെ കേസ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യും? ഡിഫ്യൂസസ് ഇൻ ടു RBC ഫ്രം ദ പ്ലാസ്മ. എ സ്മോൾ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് ബൈൻഡ് വിത്ത് ഹീമോഗ്ലോബിൻ ടു ഫോം കാർബമിനോ ഹീമോഗ്ലോബിൻ. വേറെ ഒന്നുമല്ല, കാർബൺ ഡയോക്സൈഡും ഹീമോഗ്ലോബിനും കൂടി ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിൻ ഫോം ചെയ്യും. The carbamino hemoglobin in RBC is transported to the lungs. അങ്ങനെ ഈ ഒരു കാർബമിനോ ഹീമോഗ്ലോബിന്റെ രൂപത്തിൽ ലങ്സിലേക്ക് എത്തുന്നു. പക്ഷെ ലങ്സിലെത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടുത്തെ ഫാക്ടേഴ്സ് ഇവർക്ക് ഫേവർ ചെയ്യോ? ഇല്ല. അപ്പോൾ തന്നെ അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് കാർബൺ ഡയോക്സൈഡിനെ ലങ്സിലേക്ക് റിലീസ് ചെയ്യും. ഓക്കെ, സോ 20-25% കാർബൺ ഡയോക്സൈഡിനെ ഈ രീതിയിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇനി പ്ലാസ്മയിൽ കാർബോണിക് ആസിഡായിട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം.
a small amount of carbon dioxide dissolved in water of plasma of blood and combined with it to form carbonic acid. അതായത് പ്ലാസ്മയിൽ 90% വാട്ടർ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഈ പ്ലാസ്മയിലുള്ള വാട്ടറുമായിട്ട് കാർബൺ ഡയോക്സൈഡ് ചേർന്ന് കാർബോണിക് ആസിഡ് ഫോം ചെയ്യും. ദ കാർബോണിക് ആസിഡ് ഇൻ പ്ലാസ്മ ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ലങ്സ്. അങ്ങനെ കാർബോണിക് ആസിഡിന്റെ രൂപത്തിൽ ലങ്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. ലങ്സിൽ വെച്ചിട്ട് കാർബോണിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്ത് കാർബൺ ഡയോക്സൈഡിനെ റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ 7% മാത്രമേ ഈ രീതിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, പിന്നെ ബൈകാർബണേറ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. അതായത് എ മേജർ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് റിലീസ്ഡ് ഫ്രം ദ ടിഷ്യൂ ഫസ്റ്റ് ഡിഫ്യൂസ് ഇൻ ടു RBC ഫ്രം ദ പ്ലാസ്മ. ഇൻ RBC ഇറ്റ് കമ്പൈൻ വിത്ത് വാട്ടർ ടു ഫോം കാർബോണിക് ആസിഡ്. ദിസ് റിയാക്ഷൻ ഇസ് കാറ്റലൈസ്ഡ് ബൈ കാർബോണിക് അൺഹൈഡ്രേറ്റ്സ് ഫൗണ്ട് ഇൻ RBC. അതായത് കാർബൺ ഡയോക്സൈഡും വാട്ടറും കൂടി ചേർന്ന് കാർബോണിക് ആസിഡ് ഫോം ചെയ്യും ഇൻ പ്രസൻസ് ഓഫ് എൻസൈം കാർബോണിക് അൺഹൈഡ്രേറ്റ്സ്. Carbonic acid immediately dissociate into H+ and bicarbonate. Okay, അങ്ങനെ കാർബോണിക് ആസിഡ് എന്താവും H+ഉം ബൈകാർബണേറ്റ് ആക്കി മാറ്റും. അതും ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈം കാർബോണിക് അൺഹൈഡ്രേറ്റ്സ്. The majority of bicarbonate formed within the RBC diffuse out into the plasma. At the tissue, PCO2 is high due to catabolism. So CO2 diffuses into blood and form bicarbonate and H+. And at alveoli, PCO2 is low. The reaction take place in the opposite direction, leading to the formation of CO2 and H2O. So CO2 is trapped as bicarbonate at the tissue level and transported to alveoli and is released out as CO2. So every 100 ml of deoxygenated blood diffuses about 4 ml of CO2 to the alveoli. എത്രയും മനസ്സിലായില്ലേ? അപ്പോൾ കാർബൺ ഡയോക്സൈഡ് എങ്ങനെയൊക്കെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ഒന്ന്, കാർബൺ ഡയോക്സൈഡും ഹീമോഗ്ലോബിനും ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിൻ്റെ രൂപത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യാറുണ്ട്. അത് 20-25% അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ പ്ലാസ്മയിലുള്ള വാട്ടറും കാർബൺ ഡയോക്സൈഡും ചേർന്ന് കാർബോണിക് ആസിഡായിട്ട് മാറി അങ്ങനെയും ട്രാൻസ്പോർട്ട് ചെയ്യാറുണ്ട്. അത് 7% മാത്രമേ അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഈ ഒരു സെയിം രീതിയിൽ തന്നെ കാർബൺ ഡയോക്സൈഡും വാട്ടറും കൂടി ചേർന്ന് കാർബോണിക് ആസിഡായിട്ട് മാറും ഇൻ പ്രസൻസ് ഓഫ് എൻസൈം കാർബോണിക് അൺഹൈഡ്രേറ്റ്സ്. അത് കഴിഞ്ഞ് ഇത് പെട്ടെന്ന് തന്നെ ഡിസോസിയേറ്റ് ചെയ്ത് H+ഉം ബൈകാർബണേറ്റ് ആയിട്ട് മാറും ഇൻ പ്രസൻസ് ഓഫ് എൻസൈം കാർബോണിക് അൺഹൈഡ്രേറ്റ്സ്. ഈ രീതിയിലാണ് ബൈകാർബണേറ്റ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇനി റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ റെഗുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ദ റെസ്പിറേറ്ററി റിതം ഈസ് കൺട്രോൾഡ് ബൈ ന്യൂറൽ സിസ്റ്റം. ദ റിതം ഈസ് കൺട്രോൾഡ് ബൈ റെസ്പിറേറ്ററി റിതം സെന്റർ പ്രസന്റ് ഇൻ ദ മെഡുല റീജിയൻ ഓഫ് ദ ബ്രെയിൻ. അപ്പോൾ എന്താണ്, റെസ്പിറേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് റെസ്പിറേറ്ററി റിതം സെന്റർ മെഡുല റീജിയൻ, ബ്രെയിനിന്റെ മെഡുല റീജിയനിൽ റെസ്പിറേറ്ററി റിതം സെന്റർ ഉണ്ട്. ദ ഫങ്ഷൻ ഓഫ് ദ റെസ്പിറേറ്ററി സെന്റർ ഈസ് റെഗുലേറ്റഡ് ബൈ ന്യൂമോടാക്സിക് സെന്റർ പ്രസന്റ് ഇൻ ദ പോൺസ് റീജിയൻ ഓഫ് ബ്രെയിൻ. അപ്പോൾ ഈ റെസ്പിറേറ്ററി റിതം സെന്റർ എന്ന് പറയുന്നത് മെഡുല റീജിയനിലും ബ്രെയിനിന്റെ പോൺസ് റീജിയനിൽ ന്യൂമോടാക്സിക് സെന്റർ ഉണ്ട്. ഈ റെസ്പിറേറ്ററി സെന്ററിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ന്യൂമോടാക്സിക് സെന്റർ ഉണ്ട്. ന്യൂമോടാക്സിക് സെന്റർ ക്യാൻ റെഗുലേറ്റ് റെസ്പിറേറ്ററി റേറ്റ്. A chemosensitive area is present close to rhythm center which is sensitive to CO2 and hydrogen ion. അതുപോലെ തന്നെ റിതം സെന്ററിന്റെ അടുത്തൊരു കീമോ സെൻസിറ്റീവ് ഏരിയ ഉണ്ട്. അവിടെ കാർബൺ ഡയോക്സൈഡ് കൂടുമ്പോഴൊക്കെ അത് സെൻസിറ്റീവ് ആവാറുണ്ട്. ഇൻക്രീസ് ഇൻ CO2 and hydrogen ion can activate rhythm center so that these substances are eliminated. അതായത് കാർബൺ ഡയോക്സൈഡിന്റെ അളവും ഹൈഡ്രജൻ അയോൺസിന്റെ അളവും കൂടുമ്പോൾ റിതം സെന്റർ ആക്ടിവേറ്റ് ചെയ്ത് ഈ സബ്സ്റ്റൻസിനെ എലിമിനേറ്റ് ചെയ്യും. Receptor associated with the aortic arc and carotid artery also can recognize changes in CO2 and H+ concentration and send necessary signals to the rhythm center. ഇത് കൂടാതെ അയോർട്ടിക് ആർക്കിൽ കുറച്ച് റിസപ്റ്റേഴ്സ് ഉണ്ട്, കരോട്ടിഡ് ആർട്ടറിയിലും കുറച്ച് റിസപ്റ്റേഴ്സ് ഉണ്ട്. ഇവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, CO2ന്റെ അളവ് കൂടുമ്പോഴൊക്കെ അറിയാനായിട്ട് പറ്റാറുണ്ട്. അത്രേ ഉള്ളൂ. ഇനി അടുത്തത് റെസ്പിറേറ്ററി സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ഡിസോർഡേഴ്സ് ആണ്. ഒന്നാമത്തത് ആസ്മ. ഇറ്റ് ഈസ് എ ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ് കോസിങ് വീസിങ് ഡ്യൂ ടു ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കി ആൻഡ് ബ്രോങ്കിയോൾസ്. അപ്പോൾ ബ്രീത്ത് ചെയ്യാനുള്ള ഡിഫിക്കൽറ്റിയാണ് ആസ്മ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബ്രോങ്കിയോൾസിന് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ വഴിയാണ്. അടുത്തത് എംഫൈസിമ എന്ന് പറഞ്ഞാൽ ഇതൊരു ക്രോണിക് ഡിസോർഡർ ആണ്. ഇൻ വിച്ച് ആൽവിയോളർ വാൾസ് ആർ ഡാമേജ്. ആൽവിയോളർ വാളൊക്കെ ഡാമേജ് ചെയ്യും. ഡ്യൂ ടു വിച്ച് റെസ്പിറേറ്ററി സർഫസ് ഡിക്രീസസ്. ദ മേജർ കോസ് ഓഫ് എംഫൈസിമ ഈ സിഗരറ്റ് സ്മോക്കിംഗ്. സിഗരറ്റ് സ്മോക്കൊക്കെ ചെയ്യുമ്പോൾ ആൽവിയോളർ വാൾ ഡാമേജ് ആവും, റെസ്പിറേറ്ററി സർഫസ് ഒക്കെ കുറയും. അതാണ് എംഫൈസിമ എന്ന് പറയുന്നത്. അടുത്തത് ഒക്യുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ഉണ്ട്. പൾമണറി ഡിസോർഡേഴ്സ് കോസ്ഡ് ഡ്യൂ ടു എക്സ്പോഷർ ഓഫ് ഹാർംഫുൾ സബ്സ്റ്റൻസ് ലൈക്ക്
gas, dust, fumes, etc. present in working environment of a person are called occupational respiratory disorders. അതായത് സിലിക്കോസിസ്, ആസ്പെറ്റോസിസ് ഒക്കെ occupational respiratory disorders ആണ്. These disorders are characterized by fibrosis of lung. Fibrosis is the proliferation of fibrous connective tissue in the lungs and associated inflammation. അതായത് ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ഒക്കെ വീർത്തിങ്ങനെ വരും. ഓക്കെ, ഇനി പ്രിവെന്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ വർക്ക് ഇൻ ദി ഇൻഡസ്ട്രി ഷുഡ് വിയർ പ്രൊട്ടക്റ്റീവ് മാസ്ക് വിയർ ചെയ്യുക. ഇങ്ങനെയുള്ള ഹാംഫുൾ ടെസ്റ്റിലേക്ക് എക്സ്പോഷർ ചെയ്യുന്നത് കുറയ്ക്കുക.